എന്താ മിസ് രാവിലെ? സൈബർ സെല്ലിന്റെ ക്ലാസ് എടുക്കാൻ വന്ന ആ സാജൻ സാറിന്റെ നമ്പർ മിസ് വാങ്ങിച്ചില്ലേ, എനിക്കൊന്ന് തരുമോ? ഈ കൊച്ചുകൊടുപ്പാങ്കാലത്ത് എന്താ സൈബർ പ്രശ്നം? ഗിരിയേട്ടന്റെ കസിൻ കുറച്ചു ദിവസമായി ചോദിക്കണേ, അവളുടെ സ്കൂളിൽ ഇങ്ങനെ ക്ലാസ് വെക്കാനാന്ന് തോന്നുന്നു. ഞാനിത് സേവ് ചെയ്തിട്ടില്ല, ഡയറിയില. നിക്കട്ടോ. അമ്മാവന് വയ്യാണ്ടായിട്ടേ കുറച്ചായി, ഞാനൊന്ന് കാണാൻ പോവാ. എന്റെ ക്ലാസ്സുകൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ മിസ്സേ. ഓക്കെ. ഞാനേ മാഡത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതെന്നാ മിസ്സേ കണ്ണുമുഖമൊക്കെ വീങ്ങിയിരിക്കുന്നേ? ക്രിസ്മസ് പ്രോഗ്രാമിന്റെ സ്ക്രിപ്റ്റ് സെറ്റ് ആയി വന്നപ്പോ പാതിരിയായി. എന്നാ പോട്ടെ മിസ്സേ, കുറച്ച് തിരക്കുണ്ട്. ശരി. ഹലോ. ആ ഉണർന്നോ? ആര് വിളിക്കുമെന്നും പറഞ്ഞിട്ടാടി പുലർച്ചെ ഉണർന്നിരിക്കണേ? ഗിരിയേട്ടാ, എനിക്കൊരു കോള് വരാനുണ്ട്, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ഇവിടെ ഞാനില്ലാത്തപ്പോ പുലർച്ചെയും പാതിരാത്രിക്കൊക്കെ ആരാ വിളിക്കണേ? ഹലോ. ഹലോ സാജൻ സാറേ, ഇത് ജയശ്രീ ടീച്ചറാ, പഴന്തോട്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ. ജയശ്രീ ടീച്ചറോ? സാറിന് ക്ലാസ്സിന്റെ ഇടയിൽ എന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ചിരുന്നു. ആ പിടികിട്ടി. എന്താ വിളിച്ചേ? ആ ടീച്ചറെ, ഐ ഗോട്ട് ഇറ്റ്. എനിക്ക് മനസ്സിലായി, നോ പ്രോബ്ലം. നമുക്കത് ശരിയാക്കാം ടീച്ചറെ. പക്ഷെ ഇന്ന് 2 ക്ലാസ് ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ വരെ പോകാനും ഉണ്ടായിരുന്നു. നമുക്ക് നാളെ ആക്കിയാലോ? അയ്യോ സാറേ, പ്ലീസ് ഇന്ന് തന്നെ വരണം. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ ഇത്തിരി വൈകിയാലും ഇന്ന് അങ്ങോട്ടെത്താം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഹലോ അമ്മ. ആദിയ, ഇതെവിടെയാ? 3 ദിവസത്തെ വർക്ക്ഷോപ്പിൽ എന്നെ സെലക്ട് ചെയ്തല്ലോ. മിടുക്കി. അപ്പൊ അച്ഛൻ എന്തേ? ഞാനും ഒരുമിച്ചേ വരുള്ളൂ. അമ്മക്ക് എന്താ വയ്യേ? ഹേ, ഞാനേ അടുക്കളയിലായിരുന്നു. പിന്നെ മോളെ, നീ നന്നായിട്ട് ബാത്റൂമിലൊക്കെ പോയല്ലോ അല്ലേ? ഞാൻ ബാത്റൂമിൽ പോയി കുളിച്ചു, കഴിച്ചു, ബ്രഷ് ചെയ്തു, എല്ലാം ചെയ്തു. മിടുക്കി. അമ്മേ, ആഫ്റ്റർനൂൺ പിള്ളേരൊക്കെ കൂടി പുറത്തു പോകുന്നുണ്ടേ, ഞാൻ ഐസ്ക്രീം കഴിക്കും. ഏയ് നോ വേണ്ട. വെയില് കൊണ്ടിട്ടേ തണുത്ത് കഴിച്ച് ഞാൻ തൊണ്ട പഴുക്കും. വേണ്ട കേട്ടോ. എന്ത് പറഞ്ഞാലും നോട് അർത്ഥം എന്താന്ന് ഈ ടീച്ചർക്ക് അറിയോ? സാറ് പറഞ്ഞ നോ എന്ന് പറഞ്ഞ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാ. മനസ്സിലായോ പൊട്ട ടീച്ചറെ?
ഹലോ സാറേ. ആ ടീച്ചറെ വിളിച്ചിരുന്നു അല്ലേ? ഇവിടെ ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പവർ ഫെയിലിയർ ആയി. ഒന്ന് വേഗം വരണേ സാറേ പ്ലീസ്. ഓതേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാ. ഞാൻ വീടിൻ്റെ അടുത്തെത്തുമ്പോൾ വിളിക്കാം. ഓക്കെ സാർ. ആ വന്നോ ജൂനിയറെ? എല്ലാം ഓക്കെയാണ്. ബാബുസേ ഗിരിയേട്ട പോരും. ആള് പുറപ്പെട്ടിട്ടുണ്ട്. ശരിക്ക് നമ്മുടെ പരിപാടിക്ക് വേണ്ടി മാത്രമാണ് അവൻ അവിടെ നിന്ന് വരുന്നത്. അയ്യടാ, മറ്റന്നാ മോളെ കൂട്ടാൻ തിരിച്ചു പോവുകയും ചെയ്യണം. ഓക്കെ. പക്ഷെ വേറെ വിഷയമുണ്ട്. എന്തുപറ്റി? ഈ കുപ്പി പൊട്ടിച്ചിട്ട് എങ്ങനെ കെട്ടിയറോട്ടി പോണത്? കെട്ടിതറേ എടാ പൊട്ട മാലയ്ക്കൽ മച്ച പൊളച്ചക്കല് മലക്ക് പോകുന്നത് ഞാൻ മറന്നത്. നീ ഇത് മറന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും അവര് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ വരുന്നത് പോയിച്ചും വരാം. മോൻ കാണിച്ചു എന്നാവും. അതെ. ആ അപ്പൊ തീർക്കട്ടത് എന്നിട്ട് പോവാം. ഹലോ ബാബുട്ടാ, എന്നാ മഴയാടാ. ആ ഞാനിപ്പോ എത്തും. ഓ ശരി ശരി. ചേട്ടാ ചേട്ടോ ഇവിടെ വരാൻ പെട്ട പാട്. ഇതെന്താ? റമ്മ, ബ്രാൻഡി, വിസ്കി, കള്ള്. ഇതെന്താ? പാലോ? ആ പാല്. എന്റെ ഗിരിയേട്ടാ, ആദ്യം കാരണന്മാർക്ക് വെക്കട്ടെ. മൂപ്പലാൻ ഗാന്ധിയനായിരുന്നല്ല, അതുകൊണ്ട് പാല് അല്ലേ ബാബുസേ? ജൂനിയറെ വേണ്ട. ഇതെന്താ വലിക്കാത്തത്? എന്റെ പാവക്കുട്ട, എന്തൊക്കെ സാധനം അടിച്ചാലും ഈ കോട്ട അടിക്കുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. അത് കറക്റ്റാ. അതെ ഗിരിയേ, വീട്ടിലൊരു ഇരിപ്പുണ്ടാ കോട്ട. എന്റെ കുസേനെ ഇടിവിട്ടും മഴയാണ്. എന്തിനാ വെറുതെ അവിടെ ബുദ്ധിമുട്ടിക്കുന്നത്? ഉള്ളത് കൊണ്ട് അടങ്ങ്.
എന്നാ അടങ്ങി. അല്ല നമ്മുടെ ജോൺ മാഷ് എവിടെ? മാഷിനെ പെണ്ണും പിള്ള എന്താ പേര് മേഴ്സി. ലോക്കാക്കിയേക്കുവാണ്. ആ പുള്ളി ഇപ്പൊ വീട്ടു തടങ്ങല. അക്കാര്യത്തില് നമ്മുടെ അച്ചായൻ ഭാഗ്യവാനാ. അതെന്താ? പുള്ളി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അതേതായാലും നന്നായി ചായ. എടാ എന്തോ? അതുകൊണ്ടല്ലേ നമുക്ക് ഇവിടെ കൂടാൻ പറ്റുന്നത്. എന്തായാലും cheers. Cheers.